യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം തനിക്കായി എല്ലാവരെയും വിളിക്കുന്നു. ദൈവവിളി കേൾക്കുന്നവർ ഉണ്ട്, വിളി കേൾക്കാതെ മറുതലിക്കുന്നവരും ഉണ്ട്. അബ്രഹാം ദൈവവിളി കേട്ടു, അനുസരിച്ചു, തനിക്കുള്ളതെല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എവിടേക്കെന്നറിയാതെ യാത്ര പുറപ്പെട്ടു. ഉൽപ്പത്തി 12:1-9 വരെ. പത്രോസും അന്ത്രയോസും സെബെദി മക്കളായ യാക്കോബും യോഹന്നാനും മുക്കുവരായിരുന്നു. അവർ വിളി കേട്ട ഉടൻ തന്നെ വലയും വേലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. മർക്കോസ് 1:16-20 വരെ. കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാനുള്ള പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആഹ്വാനം കേട്ട് രക്ഷയിലേക്ക് വന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം 25-34 വരെ. ഇവർക്ക് ആർക്കും തന്നെ ദൈവവിളി കേട്ട് അനുസരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലായിരുന്നു. ലൂക്കോസ് 14:15-24 വാക്യങ്ങളിൽ കല്യാണ വിരുന്നിനുള്ള ക്ഷണത്തിന് മുൻപിൽ ഒഴിഞ്ഞു മാറിയ 3 പേരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാനൊരു നിലം വാങ്ങിയതിനാൽ അത് ചെന്ന് കാണണം. ഞാൻ 5 കാളയെ വാങ്ങിയിരിക്കുന്നു, അവയെ ശോധന ചെയ്യണം. ഞാൻ ഇപ്പോഴാണ് വിവാഹം കഴിച്ചത്, ഞങ്ങളുടെ മധുവിധ നാളുകളാണ്, അതുകൊണ്ട് വരുവാൻ കഴിയില്ല. ഭൗതിക സന്തോഷത്തിന് വേണ്ടി ദൈവവിളി നിരസിച്ചവർ. വിളി നിരസിച്ചവരെ വിവാഹവിരുന്നിൽ നിന്ന് മാത്രമല്ല, അവർക്ക് ലഭിക്കാമായിരുന്ന നിത്യസന്തോഷത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കി. വിളി അനുസരിക്കുന്നവർക്ക് ഭൗതിക നഷ്ടം ഉണ്ടാവും. അബ്രഹാമിന് പിതൃഭവനവും ചർച്ചക്കാരും സ്വന്തം ദേശവും നഷ്ടപ്പെട്ടു. മുക്കുവർക്ക് വള്ളവും വലയും വേലയും മാത്രമല്ല, കുടുംബത്തെയും നഷ്ടപ്പെട്ടു. ലൂക്കോസ് 9:58 പറയുന്നത്, കുറുനരികൾക്ക് കുഴിയും പർവ്വജാതികൾക്ക് കൂടുമുണ്ട്, എന്നാൽ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് തലചായ്പാനുള്ള ഇടം പോലും ഇല്ലാതെ വരും എന്നാണ്. ദൈവവിളി അനുസരിച്ച സാധു സുന്ദർ സിംഗിന് തൻ്റെ ഭവനവും ചർച്ചക്കാരും എല്ലാം നഷ്ടപ്പെട്ടു. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മരിച്ചുപോയ അപ്പനെ കുഴിച്ചിടുവാനുള്ള അവസരവും നഷ്ടപ്പെടാം. ഭവനത്തിലുള്ളവരോട് യാത്ര പോകാനുള്ള അവസരവും നഷ്ടപ്പെടാം. ലൂക്കോസ് 9:59-62 വരെ. കർത്താവ് പറയുന്നത്, കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവർ ആരും തന്നെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല എന്നാണ്. ദൈവവിളിക്ക് മുൻപിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവവിളി അനുസരിക്കുന്നതിന് തടസ്സമായി തീർന്നിട്ടുണ്ടോ? എന്ത് നഷ്ടം സംഭവിച്ചാലും ദൈവവിളിക്ക് മുൻപിൽ ഐ ആം റെഡി എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് ദൈവവിളി അനുസരിക്കണം? ശിമോൻ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? യോഹന്നാൻ 6:68. ഈ ചോദ്യത്തിൽ ചില സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. 1. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത. 2. കർത്താവിൽ കൂടി മാത്രം ലഭിക്കുന്ന പൂർണ്ണതയെക്കുറിച്ചുള്ള ചിന്ത. 3. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. 4. ദൈവസ്നേഹത്തിനെതിരായുള്ള സ്വന്തം മത്സരബുദ്ധിയെയും സ്വഭാവത്തെയും കുറിച്ചുള്ള ബോധ്യം. 5. ഏത് സാഹചര്യത്തിലുള്ളവരെയും പൂർണ്ണരാക്കുവാൻ തക്കവണ്ണം നിത്യജീവൻ്റെ വചനം കർത്താവിൽ ഉണ്ട് എന്ന നിശ്ചയം. 2 കൊരിന്ത്യർ 5:19 ഇപ്രകാരമാണ്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. യേശുക്രിസ്തുവിൽ നാം കാണുന്നത് സൃഷ്ടിതാവിനെയും വീണ്ടെടുപ്പുകാരനെയും ആണ്. എല്ലാ മനുഷ്യരും നഷ്ടപ്പെട്ട ആടുകളായിരുന്നു. യേശു അവരെ അന്വേഷിച്ച് രക്ഷിക്കുന്ന ഇടയനായി വന്നു. യോഹന്നാൻ 10:11. എല്ലാ മനുഷ്യരും പാപരോഗം ബാധിച്ചവരായിരുന്നു. മഹാവൈദ്യനായ യേശു അവരെ സൗഖ്യമാക്കുവാൻ വന്നു. മത്തായി 8:17. എല്ലാ മനുഷ്യരും പാപാന്ധകാരത്തിലായിരുന്നു. യേശു ലോകത്തിൻ്റെ വെളിച്ചമായി വന്നു. യോഹന്നാൻ 8:12. എല്ലാവരും വിശന്നവരായിരുന്നു. യേശു അവർക്ക് ജീവൻ്റെ അപ്പമായി തീർന്നു. യോഹന്നാൻ 6:51.
എല്ലാവരും അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്നു. യേശു അവർക്ക് ജീവനും പുനരുത്ഥാനവുമായി. യോഹന്നാൻ 11:25. നിത്യജീവനിലേക്ക് നയിക്കുവാൻ യേശുവല്ലാതെ മറ്റാരുമില്ല. ഈ യേശുവിനെയല്ലേ നാം അനുഗമിക്കേണ്ടത്? യേശുവിനെ അനുഗമിക്കുക എന്നത് പ്രയാസമേറിയ അനുഭവം ആണ്. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ്റെ ക്രൂശ് എടുക്കണം. ക്രൂശ് എടുക്കുക എന്നത് പ്രയാസമുള്ളതാകുന്നു. എങ്കിലും സകലതും വിറ്റ്, നഷ്ടം സഹിച്ച്, കഷ്ടതകൾ സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് നിത്യ ആനന്ദം ലഭിക്കുന്നത്. അബ്രഹാം ശിഷ്യന്മാരും കാരാഗൃഹ പ്രമാണിയും കുടുംബവും ഈ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ വിളിക്ക് പ്രതികരിക്കുമെങ്കിൽ ഈ സന്തോഷം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അവൻ്റെ വിളിക്ക് അനുകൂലമായി നമുക്കും പ്രതികരിക്കാം. കർത്താവേ, നിൻ്റെ വിളി കേട്ട് അനുസരിച്ച് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. നിത്യജീവമൊഴികൾ നിൻ